ലൈംഗികാതിക്രമ കേസിൽ നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതി തള്ളി. കോഴിക്കോട് കോടതിയിൽ അപേക്ഷ നൽകാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുഹൃത്തും പങ്കാളിയുമായിരുന്ന ഷിയാസ് കരീം നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലതവണയായി 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതിയുടെ ആരോപണം. പണം തിരികെ ചോദിച്ചപ്പോൾ ദൃശ്യങ്ങൾ പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. തെളിവായി ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ, ശബ്ദരേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ യുവതി പോലീസിന് കൈമാറിയിരുന്നു. നേരത്തെയും സമാനമായ കേസിൽ ഷിയാസ് കരീം അറസ്റ്റിലായിട്ടുണ്ട്. വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിലായിരുന്നു മുൻപ് ഷിയാസ് കരീം അറസ്റ്റിലായത്. 3 വർഷം മുമ്പ് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് ഫിറ്റ്നസ് ട്രെയിനറായിരുന്ന കാസർഗോഡ് സ്വദേശിനിയാണ് അന്ന് പരാതി നൽകിയത്. വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും പലപ്പോഴായി 11 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നുമായിരുന്നു ആ യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നത്. ലൈംഗികാതിക്രമ കേസിൽ നടനും ബിഗ് ബോസ് താരവുമായ ഷിയാസ് കരീം നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ കോടതി തള്ളി. കോഴിക്കോട് കോടതിയിൽ അപേക്ഷ നൽകാനാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുഹൃത്തും പങ്കാളിയുമായിരുന്ന ഷിയാസ് കരീം നഗ്നദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പലതവണയായി 49 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് യുവതിയുടെ ആരോപണം. പണം തിരികെ ചോദിച്ചപ്പോൾ ദൃശ്യങ്ങൾ പോൺ വെബ്സൈറ്റുകൾക്ക് നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. തെളിവായി ഇൻസ്റ്റഗ്രാം ചാറ്റുകൾ, ശബ്ദരേഖകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ യുവതി പോലീസിന് കൈമാറിയിരുന്നു. നേരത്തെയും സമാനമായ കേസിൽ ഷിയാസ് കരീം അറസ്റ്റിലായിട്ടുണ്ട്. വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്തുവെന്ന യുവതിയുടെ പരാതിയിലായിരുന്നു മുൻപ് ഷിയാസ് കരീം അറസ്റ്റിലായത്. 3 വർഷം മുമ്പ് ചെന്നൈ വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളത്ത് ഫിറ്റ്നസ് ട്രെയിനറായിരുന്ന കാസർഗോഡ് സ്വദേശിനിയാണ് അന്ന് പരാതി നൽകിയത്. വിവാഹവാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നും പലപ്പോഴായി 11 ലക്ഷം രൂപ കൈക്കലാക്കിയെന്നുമായിരുന്നു ആ യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നത്.